ഇന്ന് 2024 ഡിസംബർ 29 ഞായറാഴ്ച ദിവസം. സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഗതാഗത വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പാണ്. ഗതാഗത നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോലീസുമായി സഹകരിച്ച് വാഹന പരിശോധന ഊർജിതമാക്കുന്നു. വാഹനങ്ങളിൽ വേഗപ്പൂട്ട്, GPS, അനധികൃതമായി സ്ഥാപിച്ച കളർ ലൈറ്റുകൾ, LED ലൈറ്റുകൾ, ഹൈ ബീം ലൈറ്റുകൾ, എയർ ഹോൺ, അമിത സൗണ്ട് ബോക്സുകൾ, അമിത ലോഡ് എന്നിവയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജനുവരി 15 വരെ കർശന പരിശോധന തുടരും. റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അനുവദനീയമല്ലാത്തതുമായ ലൈറ്റുകൾ ഫിറ്റ് ചെയ്താലും അമിത ശബ്ദമുണ്ടാക്കുന്ന ഹെയറോണുകൾ ഘടിപ്പിച്ചതുമായ വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ ജനുവരി 15 വരെ ശക്തമായ പരിശോധനയാണ് റോഡുകളിൽ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കില്ല. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത് ന്യൂ ഇയർ ആശംസകൾ ക്ലിക്ക് ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പുമായിട്ടാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് പുതുവത്സരാശംസകൾ അയക്കാൻ സാധിക്കും. അതിലൊരു പുതിയ തരം APK ഫയൽ മാൽവെയറുകൾ ഉണ്ടാകും. ഈ ലിങ്കിലായിരിക്കും അത് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതുവത്സരാശംസകൾ അയക്കാമെന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിന് പ്രത്യേകമായ നിങ്ങളുടെ ഫോട്ടോ വെച്ച കാർഡ് ലഭിക്കാൻ ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നും അറിയിക്കും. അത്തരമൊരു ലിങ്ക് ലഭിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് കേരള പോലീസ് പറയുന്നത്. സൈബർ കുറ്റവാളികൾ ഫോൺ ഹാക്ക് ചെയ്യുകയും മൊബൈൽ ഡാറ്റ, ഗാലറി, കോൺടാക്ട്സ് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ മോഷ്ടിക്കപ്പെടും. തുറന്ന് തട്ടിപ്പിൽ കുടുങ്ങും. അതുകൊണ്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ റെഡിമെയ്ഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ്. മൂന്നാമതായി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡുവിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി കാത്തിരിക്കുന്നത് 19ാം ഗഡുവാണ്. 3 ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുക ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലേക്കാണ് ഒരു ഗഡുവായ 2000 രൂപ വിതരണം ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് ജനുവരി അവസാനത്തോടു കൂടിയിട്ടോ അതല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടിയിട്ടോ അതിൻ്റെ വിതരണം ഉണ്ടാകും. അപ്പോൾ 18ാം ഗഡു വരെ കൃത്യമായി ലഭിച്ച ആളുകൾക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ 19ാം ഗഡു ലഭിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ന്യൂ ഇയർ സന്ദേശമായി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജനുവരി അവസാനത്തോടു കൂടിയിട്ട് 2000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും. നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിലേക്ക് പുതുതായി അപേക്ഷ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018-19 സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ കൈവശം ഭൂമിയുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്കാണ് കരമടച്ച റെസിപ്റ്റ് സഹിതം നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കുന്നത്. അതായത് 2019 നിങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടാകണം. പുതുതായി ഭൂമി വാങ്ങിയ ആളുകൾക്ക് ഇതിൽ അംഗത്വം എടുക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 2019 മുതൽ നിങ്ങളുടെ കൈവശം ഭൂമിയുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന രേഖയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് 19ാം ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ അവസരം ആരും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത് അറിഞ്ഞിരിക്കേണ്ടത് പുതുച്ചേരി സംസ്ഥാനത്ത് മാഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനുവരി 1 മുതൽ ഇന്ധന വില നേരിയ തോതിൽ വർദ്ധിപ്പിക്കും. പുതുച്ചേരി സർക്കാർ നികുതി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ധനവില ഉയരുന്നത്. നിലവിൽ പെട്രോളിന് മാഹിയിൽ 13.32% നികുതി 15.74%, ഡീസലിന് 6.91 എന്നുള്ളത് 9.52 വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലിറ്ററിന് 3.5 രൂപയിലേറെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മാഹിയിലെ വില പെട്രോളിന് ലിറ്ററിന് 91 രൂപ 92 പൈസയും ഡീസലിന് 81 രൂപ 90 പൈസയുമാണ്. കേരളത്തിലാകട്ടെ പെട്രോളിന് 105 രൂപ 89 പൈസയും ഡീസലിന് 94 രൂപ 91 പൈസയുമാണുള്ളത്. മാഹിയിലെ ഇന്ധന വിലയുമായി നിലവിൽ 13 രൂപയുടെ വ്യത്യാസമുണ്ട്. വില കുറവുള്ളതിനാൽ മാഹിയിലെ പെട്രോൾ പമ്പുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. മാഹിയിൽ വില കൂടുന്നതോടെ കേരളത്തിലെ വിലയുമായുള്ള വ്യത്യാസത്തിൽ നേരിയ കുറവുണ്ടാകും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.